സിയാറത്ത് ജുമാ മസ്ജിദ് ഇൽമിയ മദ്രസ പരിപാലന കമ്മിറ്റി പൊന്നാനിയുടെ മഹത്തമായ ഒരു കമ്മിറ്റിയാണ്. ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ കുറച്ച് കാലമായി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ കുറച്ച് ആളുകൾ ഇതിന് മുന്നിട്ടിറങ്ങുകയും ആ കമ്മിറ്റിക്ക് പിരിവ് കൊടുക്കരുതെന്നും ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ പിന്നോട്ടടിപ്പിക്കുന്ന രീതിയിൽ വാടക കെട്ടിടങ്ങളിൽ നിന്ന് വാടക കൊടുക്കരുതെന്നും മറ്റ് കാര്യങ്ങൾ എല്ലാം തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയിൽ മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിൽ ഞങ്ങൾ നൽകിയ ഒരു ഹർജി വഖഫ് ബോർഡ് അത് യഥാർത്ഥമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് മുകളിലൊരു സൂപ്പർ കമ്മിറ്റി വ്യാജ കമ്മിറ്റി അവരുണ്ടാക്കി. കാരണം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു മാനദണ്ഡങ്ങളും പാലിച്ചിട്ടല്ല കമ്മിറ്റി അവർ രൂപീകരിച്ചത്. ജനറൽ ബോഡി യോഗം മഹല്ലിൽ ചേരുമ്പോൾ മഹല്ല് നിവാസികളെ അറിയിക്കുന്നതോടൊപ്പം ആ മഹല്ലിലുള്ള വരവ് ചെലവ് കണക്കുകൾ അംഗീകരിക്കുകൊണ്ടും അതേപോലെ ആ മഹല്ലിലെ മറ്റ് രേഖകളെല്ലാം ഒരു കമ്മിറ്റിയിൽ നിന്ന് കൈമാറി കരസ്ഥം വാങ്ങിക്കൊണ്ടിട്ടാണ് കൈമാറ്റം നടത്തിക്കൊണ്ടിട്ടാണ് പുതിയ കമ്മിറ്റി ചാർജ് എടുക്കൽ. ഈ വക കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ കുറച്ചൊരു സുപ്രഭാതത്തിൽ 4-5 ആളുകൾ കൂടിയിട്ട് ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു കടലാസ് കമ്മിറ്റി ഉണ്ടാക്കിയാൽ ആ കമ്മിറ്റിക്ക് യാതൊരുവിധ നിലനിൽപ്പില്ല എന്ന് തന്നെയാണ് വഖഫ് ബോർഡും പറയുന്നത്, ബഹുമാനപ്പെട്ട വഖഫ് ബോർഡും പറയുന്നത്. കാരണം അത്തരം കമ്മിറ്റികളൊന്നും ഇനി ഒരു കാരണവശാലും ഇവിടെ നടക്കൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ മഹല്ലിലുള്ള മുഴുവൻ ആളുകളുടെയും പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് ഈ കമ്മിറ്റിക്ക് ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഞങ്ങൾ ജനങ്ങളെ പരമാവധി എല്ലാവിധത്തിലും സഹായിച്ചുകൊണ്ട് ഞങ്ങൾ ഇനിയും മുന്നോട്ടുള്ള പ്രവർത്തനം നടത്തും എന്ന് ഞങ്ങൾ ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അവസാനിപ്പിക്കും. വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ KK ജംഗ്ഷൻ പൊന്നാനിയിലും. 200 രൂപയുടെ ലാഭമേള, 5 രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും. ന്യൂ ബോൺ, കിഡ്സ് വെയർ, ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ, റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസുകൾ, ഫ്ലോർ മാറ്റ്, വിവിധ ഡിസൈനിലുള്ള കർട്ടൻ, ഫോട്ടോ ഫ്രെയിം, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ, ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ, ടെക്സ്റ്റൈൽസ്, ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഓരോ 500 രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ. കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ. വിശാലമായ പാർക്കിംഗ് ഏരിയ. 200 രൂപയുടെ ലാഭമേള. KK ജംഗ്ഷൻ, എടപ്പാൾ റോഡ്, പൊന്നാനി. പള്ളിയിൽ വെച്ചും കൊണ്ട് ഒരു വ്യാജ കമ്മിറ്റി ഉണ്ടാക്കി. സിയാറത്ത് ജുമാഅത്തിൽ വെച്ചുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ വ്യാജ കമ്മിറ്റിക്കെതിരെ ഞങ്ങൾ വഖഫ് ബോർഡിലേക്ക് പോയി. കാരണം അവരുടെ ബോർഡ് വെക്കുകയും വളരെ മോശം എല്ലാ വീടുകളിലും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും കടകളുടെ വാടക ഒരു ഗുണ്ടായിസം, അത് ബോംബെ ചെന്നൈയിലൊക്കെയാണ് ഈ കാണുന്നത്, ആ ഗുണ്ടായിസം പോലെ ചെന്നുകൊണ്ട് ആക്രമ രീതിയിൽ അവർ പ്രാവർത്തികമാക്കുന്നൊരവസ്ഥ ഉണ്ടായപ്പോൾ ഞങ്ങളൊക്കെ പോലെ നേരിട്ടിട്ട് കൊടുത്തു എല്ലാ രേഖയും വെച്ചുകൊണ്ട്. ഒക്കെ പോലെ അല്ലാഹു തആല തൗഫീഖ് അനുകൂലമായ വിധി. അതൊക്കെ കാരണം ഇതിൽ പ്രശ്നങ്ങൾ എപ്പോഴും അയവിറക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഈ ദേശം വളരെ മോശമായ രീതിയിലേക്ക് നീങ്ങി. ആ നീങ്ങിയ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. 90% ജനങ്ങളും നമ്മുടെ കൂടെ ഉറച്ചു നിൽക്കുന്നുള്ളൂ എന്നതാണ്. 90% ജനതയും അവരുടെ പ്രാർത്ഥനയും അവരുടെ പ്രവർത്തനവും മാനസികമായും ശാരീരികമായും എല്ലാ നിലക്കും നമ്മുടെ കൂടെയുണ്ട് ഈ മഹല്ല് ജനങ്ങൾ. ഇത് തട്ടിക്കൂട്ടിയ ആ കൂട്ടത്തിൽ ഒരിക്കലും ശരിയല്ല എന്നുള്ളതൊക്കെ അത് നമ്മൾ എന്ത് ചെയ്തു, വിശേഷം ഒക്കെ പോലെ നമുക്ക് അനുകൂലമായൊരു വിധി അൽഹംദുലില്ലാ നമുക്ക് തന്നു എന്നുള്ളതാണ്. അത് വളരെ ശരിക്കും പറഞ്ഞെങ്കിൽ എല്ലാ മേഖലയും എല്ലാം അവസാനിപ്പിച്ചുള്ള ഒരു ചിത്രമാണ് സിയാറത്ത് ജുമാഅത്ത് പള്ളി മഹല്ല് കമ്മിറ്റിക്ക് നൽകിയിട്ടുള്ളത്. അത് പൊതുജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യങ്ങൾക്കുണ്ട്. തെറ്റിദ്ധരിക്കാതിരിക്കാൻ, ഈ വഞ്ചനയിൽപ്പെടാതിരിക്കാൻ, ഈ വ്യാജന്മാരുമായിട്ട് ഒരു ബന്ധവും സ്ഥാപിക്കുകയും ചെയ്യരുത്. വളരെ ഈ മറ്റുള്ള കാശോ നേർച്ചക്കാശോ മറ്റുള്ളതും അതുപോലെ തന്നെ പിരിവിന് വന്നാൽ രേഖാമൂലം ഐഡൻറ്റി കൊടുക്കും മഹല്ല് കമ്മിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അവരായിരിക്കും പിരിക്കുന്നത്. വളരെ വേദനാജനകമായ ഈ സിയാറത്ത് ജുമാഅത്ത് ചരിത്രത്തിൽ ആദ്യമാണ് ഈ സംഭവം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട്. ഈ മഹലിൽ ഇല്ലാത്തൊരു മഹൽ ഇങ്ങനെ കുഴപ്പം സൃഷ്ടിച്ചാൽ
അത് എല്ലാ പള്ളികൾക്കും ബാധിക്കും. ഈ ഈ ഈ ഗുണ്ടായിസം, ഈ ക്രിമിനൽ നിലപാട് അതൊരു ഭയാനകമായ രീതിയിൽ നാട് പോകും. അത് നമുക്ക് തന്നെയല്ല, അമ്പല കമ്മിറ്റിക്ക് ബാധിക്കും. ഈ സിയാർ ജമാഅത്ത് മഹല്ല് കമ്മിറ്റിയല്ല, മറ്റെല്ലാ മഹല്ല് കമ്മിറ്റിക്കും ഇത്രയും ഒരു നീചമായ ക്രിമിനൽ നടപടിയായി കിടക്കുന്ന ഈ കമ്പനി ഈ കോലത്തിലാണ് എല്ലാ മഹലിലും അത് വ്യാപകമാകും. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സമാധാന അന്തരീക്ഷം തകരും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉറക്കുണ്ടാവില്ല. അപ്പോൾ ഇതൊരു ഗുണ്ടായിസത്തിന് നിലക്കുള്ള നീക്കാണ്. അതിൽ വിട്ട് കഴിഞ്ഞാൽ, അത് പിടിച്ച് കെട്ടില്ലെങ്കിൽ വലിയ നാശം നാട്ടിൽ, മഹലിനല്ല എല്ലാ മഹലിലേക്കും അത് ബാധകമാകും. അതിനാണ് നമ്മളിത് വഖഫ് നേരിട്ടിട്ടും കാര്യങ്ങൾ അത് വളരെ സന്തോഷകരമായി നീങ്ങിയിട്ടുള്ളത്. അത് വഖഫ് അംഗീകരിച്ചു എന്നുള്ളതാണ്. അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അവർ വളരെ വ്യക്തമായിട്ട്, നമ്മളതാണല്ല, അവരുടെ അഡ്വക്കേറ്റ് ഉണ്ട്, നമ്മളെ അഡ്വക്കേറ്റ് ഉണ്ട്, നീതിമായ നടപ്പ് നമ്മുടെ ഐക്യകണ്ഠേന തീരുമാനിച്ച് ഇതാണ് യഥാർത്ഥ വശം. കാരണം വളരെ വ്യക്തമാണ്. ഏപ്രിൽ 28 ജനറൽ ബോഡി യോഗം വിളിക്കുന്ന 1.5 മാസം മുമ്പ് നമ്മൾ പറയുകയാണ്, നമ്മൾ ഈ കമ്മിറ്റി നിങ്ങളെല്ലാവരും ഏപ്രിൽ 28 ജനറൽ ബോഡി വെക്കുന്നു, നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെ തിരഞ്ഞെടുക്കുക, ഒരു സുവർണാവസരം. നമ്മൾ സമയം കഴിഞ്ഞ് 40-40 വർഷം ഈ മഹലിക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഒരു കാറുന്നവരുണ്ട് അവിടെ, അയാളോട് പറഞ്ഞു, നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത പ്രസിഡന്റ് നിങ്ങളാണ്, ഞാനാ പറയുന്നത്, നിങ്ങൾ പ്രസിഡന്റ് ഒരു കമ്മിറ്റി നൽകി വരണം. ഈ 1.5 മാസം നിങ്ങൾക്കുണ്ട്, ബ്രെയിൻ വാഷ് ചെയ്യണം, ചെയ്തൊരു നാടിൻ്റെ എല്ലാവരും ചെറുപ്പക്കാരെയും എല്ലാവരെയും മഹല്ല് കമ്മിറ്റിക്ക് കൊണ്ടുവരണം. ജനങ്ങളൊക്കെ ഒന്നായിട്ട് വന്ന് ഇഷ്ടപ്പെട്ടവർ തിരഞ്ഞെടുക്കട്ടെ. അങ്ങനെ പ്രഖ്യാപിച്ച് വരവശൽ അവതരിപ്പിച്ചു. ഏപ്രിൽ 28 മഹല്ലിൽ എല്ലാ വീടുകളിലും നോട്ടീസ് കൊടുത്തു. ജുമാക്ക് ശേഷം സിയാർ ജമാഅത്തുൽ മഹല്ല് ഖത്തീബ് റിപ്പീറ്റ് ചെയ്ത് 3 പ്രാവശ്യം എടുത്ത് മഹല്ല് ജനറൽ ബോഡി യോഗമാണ്. അതും ഓഡിറ്റോറിയത്തിലാണ്, സ്വകാര്യ വീട്ടിൽ വെച്ചിട്ടല്ല, SB ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ജനറൽ ബോഡി യോഗത്തിൽ നിങ്ങളെല്ലാവരും സംബന്ധിക്കണമെന്നും പറഞ്ഞ് ആഹ്വാനം ചെയ്തു. ഇതൊക്കെ ചെയ്തിട്ട് 1.5 മാസം ഇടപെടുത്തിട്ട് പോലും ഇവരെന്ത് ചെയ്തു, ഈ ഒരു ടീം മാറി നിന്നു. അവിടുന്ന് അവർ കുഴപ്പം തുടങ്ങി. അപ്പോൾ വന്നവർ പറഞ്ഞു, നിങ്ങൾ കമ്മിറ്റി ഉണ്ടാക്കണം, കമ്മിറ്റി ഉണ്ടാക്കിയില്ലെങ്കിൽ അത് വിഷമമാണ് എന്നവർ പറഞ്ഞപ്പോൾ കമ്മിറ്റി അപ്പോൾ ഉണ്ടാക്കി. 57 പേരുണ്ടായിരുന്നു ആ കമ്മിറ്റിയിൽ. ആ 57 വെച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അതിൻ്റെ പ്രസിഡൻ്റാണ് പിന്നെ വീണ്ടും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടു. കാരണം പിന്നെ അവിടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് താൽക്കാലികമായി കാണുന്നില്ല, അവരാരും ഏൽക്കുന്നില്ല. ജനറൽ സെക്രട്ടറിയായി ബഹുമാനപ്പെട്ട AB ഉമർ സാഹിബും, ഖജാൻജിയായി ബഹുമാനപ്പെട്ട നമ്മുടെ കമറുദ്ദീനും, വൈസ് പ്രസിഡന്റുമാരായിട്ട് EK ഖലീലും ഹുസൈൻ സാഹിബും, ജോയിൻറ്റ് സെക്രട്ടറിയുമായിട്ട് പറമ്പിൽ അസ്രഫും KM ഇബ്രാഹിം ഹാജിയും, മറ്റുള്ള ഭാരവാഹികളായി കിടക്കുന്ന 21 ഒരു കമ്മിറ്റി, 21 സമിതി ഉണ്ടായി. ഇതാ കമ്മിറ്റി. ആ കമ്മിറ്റി നന്നായി റബീഉൽ അവ്വൽ സന്തോഷകരമായി പരസ്പരം റബീഉൽ അവ്വൽ വളരെ എല്ലാവർക്കും 1500 പരം കുടുംബങ്ങൾക്ക് ഭക്ഷണം നന്നായി കൊടുത്തു, റാഹത്തോടു കൂടി. ഇതൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ അവരുടെ കുഴപ്പം തുടങ്ങി. ചിലർക്ക് കുഴപ്പമൊന്നുമല്ല. അപ്പോൾ എന്താണ് ആ കുഴപ്പം തുറന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് പിന്നെയുള്ളത്? എന്താണ്? നിയമപാലകന്മാരുടെ നിയമങ്ങളാണ്. സമാനാദ്യം നിശ്ചിതർക്കാക്കപ്പെടില്ല. അവർ ഏറ്റുമുട്ടാൻ നിൽക്കുന്നു, നമ്മൾ ഏറ്റുമുട്ടാൻ നിന്നില്ല. അപ്പോൾ ആ മാറി നിന്ന് നമ്മളെന്ത് ചെയ്തു? നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടു, അതേ പ്രകാരം വഖഫ് ബന്ധപ്പെട്ട് അങ്ങനെ നീ ഒരു ശല്യത്തിനൊക്കെ വാക്കത്തൊക്കെ നിന്നില്ല. അത് നമ്മുടെ വിജയം അള്ളാഹു അംഗീകരിച്ചു എന്നുള്ളതാണ്. ഈ ജനങ്ങളുടെ ദ്വയം, ഈ മഹൽ ആളുകളുടെ ദ്വയം അള്ളാഹു സ്വീകരിച്ചു എന്നുള്ളതാണ്. ഇതാണ്ട സംഭവം. അതാണ് പവൻ ഗോൾഡ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.